ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണവുമായി സർക്കാർ. ദൂരസ്ഥലങ്ങളിൽ നിന്നും കെട്ടുകാഴ്ചകൾ കൊണ്ടുവരരുത് എന്ന നിർദ്ദേശം. വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത വിധത്തിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിയന്ത്രിക്കണം. പോലീസിന്റെയും KCBയുടെയും മുൻകൂർ അനുമതി വാങ്ങണം. പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കെട്ടുകാഴ്ചകളെ സംബന്ധിച്ചത് ആരാധനാ രീതിയാണ്, ഒരു ആചാര അനുഷ്ഠാനമാണ്. അതിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന സാഹചര്യമുണ്ടാക്കും. ഒപ്പം അത് പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ നിർദ്ദേശവും എത്രത്തോളം പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു? KP ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം വരികയും അത് 10 നിർദ്ദേശങ്ങളായി ഇപ്പോൾ ഉത്തരവായി തന്നെ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവുകളിലേക്ക് കടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 10 നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വാടക കെട്ടുകാഴ്ചകൾ ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇനി അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉയരം കുറച്ച് നിജപ്പെടുത്തി ഈ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത രീതിയിൽ നിജപ്പെടുത്തി അതിനുശേഷം അത് പോലീസിൻ്റെയും KCBയുടെയും ഒക്കെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ അവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരമൊക്കെ കേസെടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശമായി പറയുന്നത് ഈ വലിയ കെട്ടുകാഴ്ചകൾ സ്ഥിരമായി അല്ലെങ്കിൽ വലിയ കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ നിർദ്ദേശം തന്നെ എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. കാരണമെങ്കിൽ തെക്കൻ കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളുടെയും പരിസരങ്ങളിൽ ആ രീതിയിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തേണ്ടി വരും. കാരണം കൊല്ലം, ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ വളരെ ഉയരത്തിലുള്ള കെട്ടുകാഴ്ചകൾ തേരുകളായും കുതിരകളായും കെട്ടുകാളകളായും ഒക്കെ എഴുന്നള്ളിപ്പിക്കുന്ന പതിവുണ്ട്. അവിടങ്ങളിൽ ഈ നിർദ്ദേശം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കരകളുടെയൊക്കെ എണ്ണമൊക്കെ അനുസരിച്ചാണ് ക്ഷേത്രങ്ങളിൽ അത്തരം എഴുന്നള്ളിപ്പുകൾ നടക്കുക. അപ്പോൾ ഓരോ കരകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ എത്തേണ്ട സ്ഥലത്തെല്ലാം ഈ രീതിയിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ സംവിധാനം സർക്കാർ നടപ്പിലാക്കേണ്ടി വരും. അതും പ്രായോഗികമാകില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ കൂടുതൽ നിർദ്ദേശങ്ങളിലേക്ക് വരുന്ന സമയത്താണ് ഈ ഓരോ ആരാധനാലയത്തിലെയും ഭരണസമിതികൾ ഈ കെട്ടുകാഴ്ചകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവയുടെ അപേക്ഷകൾ പ്രത്യേകമായി തന്നെ 1 മാസത്തിന് മുമ്പെങ്കിലും KCBയിൽ സമർപ്പിച്ച് അത് അനുമതിക്കായി നൽകണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ KCBക്ക് നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ പറയുന്ന അതേ പൊക്കത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം പിന്നീട് കെട്ടുകാഴ്ചകൾ ഉണ്ടാകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കുന്നില്ല എന്നുള്ള നിർദ്ദേശവും ഈ കാര്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷാവർഷം കെട്ടുത്സവത്തിൻ്റെ കെട്ടുകാഴ്ചകളുടെയൊക്കെ ഉയരം വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആർച്ചുകൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ BJP നേതാവ് ശ്രീ ജിതിൻ ദേവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജിതിൻ ദേവ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഏകപക്ഷീയമായ ഇത്തരത്തിലുള്ള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളുടെ വിശ്വാസത്തെയും അതേപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളെയും ഒക്കെ ഖനിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ സർക്കാർ കാലങ്ങളായി എടുത്തിരുന്ന നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഈ പറഞ്ഞതുപോലെ കെട്ടുത്സവങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഓരോ കെട്ടുത്സവങ്ങളും എത്രയോ ജനങ്ങളുടെ, എത്രയോ വിശ്വാസികളുടെ, എത്രയോ കാലത്തെ കഷ്ടപ്പാടുകളാണ്. എത്രയോ കാലം മുമ്പ് അവർ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വിശ്വാസികളെയൊക്കെ നേരിൽ കണ്ട് വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഓരോ കെട്ടുത്സവങ്ങളും. അതും ഓരോ ദേശത്തിന്റെ നാഥന്മാരായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഓച്ചിറയിൽ ഞങ്ങളുടെ ഇവിടെ ഓണാട്ടുകരയിലാണെന്നുണ്ടെങ്കിൽ ഓരോ കെട്ടുരുപ്പടിക്കും അതിന് പുറകിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഈ വിശ്വാസങ്ങളെല്ലാം ഹനിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ മുൻകാല നിലപാടാണ്. അതെല്ലാം നമ്മൾ ശബരിമലയിലും മറ്റ് കാലഘട്ടങ്ങളിലും ഒക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അത് പിന്തുടരാൻ അവർ ശ്രമിക്കുന്നു. അവർക്ക് ഈ നാടിന്റെ വിശ്വാസത്തെയും അല്ലെങ്കിൽ ഈ നാടിന്റെ ആചാരങ്ങളെ ഒന്നും അവർക്ക് പാലിക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ല എന്ന തരത്തിലുള്ള. ജിതിൻദേവ്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം അത് കാലാകാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി പ്രകടമായി എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇതിനെ കാണാൻ സാധിക്കും. അങ്ങനെ കൃത്യമായൊരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഒപ്പം പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന് സ്വാഭാവികമായും സംശയിക്കണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ സർക്കാരിന് അത് ഇതിനെ സംബന്ധിച്ച് ആസൂത്രിതമായ നീക്കം ഉണ്ടെന്ന് നമുക്ക് എത്രയോ കാലം മുമ്പ് ബോധ്യപ്പെട്ടതാണ്. യാതൊരു നിലപാടുകളും ഇല്ലാത്ത ഒരു സർക്കാർ, പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ കാര്യം വരുന്ന സമയത്ത് ഇത്തരത്തിൽ വാളെടുത്തിറങ്ങുന്നത് ഈ പറയുന്നത് പോലെ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇത് ജനങ്ങളെ വിശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല? ഇപ്പൊ വിശ്വാസികൾ മാത്രമല്ലല്ലോ ഓരോ കെട്ടുത്സവം സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ ഓച്ചിറയിലെ 28ാം ഓണ മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വ്യാപാരത്തിന്റെ ഉത്സവമാണ്, കൃഷിയുടെ
ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കന്നിമാസത്തിലെ ഈ പറഞ്ഞ 28-ാം ഓണം ആഘോഷിക്കുന്നതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഉത്സവമാണ്. അപ്പൊ അവിടെയൊക്കെ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകേണ്ടുന്നത് ഈ പറഞ്ഞതുപോലെ KSEB ഒക്കെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഓച്ചിറ അമ്പലത്തിന്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ വൈദ്യുത ലൈനുകളും ഭൂഗർഭ ലൈനാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 136 കോടി രൂപ ഇവർക്ക് അനുവദിച്ചാണ് എത്ര വർഷം മുമ്പ്. പക്ഷെ ഇന്ന് ഈ നാളിതുവരെ ഒരു പ്രോജക്റ്റ് വെക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാനോ KSEB കൊണ്ട് സാധിച്ചിട്ടില്ല. PWD ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ഇതാരെ സഹായിക്കാനാണ്? ഈ പ്രശ്നം, അതായത് ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ അത് വർഷത്തിൽ ഒരിക്കലോ 1-2 ദിവസങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ നാട്ടിലെ ജനങ്ങൾ സഹിക്കാൻ ഒരു പരിധിവരെ തയ്യാറാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം, ആർക്കും പരിക്കില്ലാതെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഭൂഗർഭ ലൈൻ സ്ഥാപിക്കാമെന്ന് പറഞ്ഞത്. ചെട്ടികുളങ്ങര എങ്ങനെ സ്ഥാപിച്ചില്ലേ? അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ പോകണ്ടോ? ഓച്ചിറയിൽ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പൈസ അവർ ചെലവഴിക്കാൻ തയ്യാറല്ല. ആദ്യമൊക്കെ പ്രൊജക്ട് വെക്കാനായിട്ട് എത്ര കാലമായിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഇവരോട് ആവശ്യപ്പെടുന്നു. പക്ഷെ KSEB തയ്യാറാകുന്നില്ല, അതിന് NOC കൊടുക്കാൻ PWD തയ്യാറാകുന്നില്ല. അപ്പൊ ഇതൊക്കെ വിശ്വാസത്തിന് വേണ്ടി കടന്നുകയറ്റങ്ങളാണ്. അപ്പൊ ഈ നാടിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ തകർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയം വളരുമെന്നുള്ള മിഥ്യാധാരണയാണ്. അങ്ങനെങ്കിൽ തകർക്കാൻ സാധിക്കുന്നതാണോ ഈ നാടിന്റെ ആചാരങ്ങളും ഉത്സവങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രകലകളും ഒക്കെ? അപ്പൊ എത്രയോ കാലമായിട്ട് ഈ ക്ഷേത്രകലകൾക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നോക്കൂ, PCC നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതൊന്നും മറ്റുള്ള മതങ്ങളുടെയോ വിശ്വാസങ്ങളുടെയോ കാര്യം വരുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. പാർട്ടി ഓഫീസിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ഥലം പണിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്ന CPM ഹൈന്ദവ ആചാരങ്ങളുടെ കാര്യം വരുമ്പോൾ നേരെ തകിടം മറിഞ്ഞ് കാണിക്കുന്ന ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇത് അധികകാലം ഒന്നും ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ പറ്റിച്ചെന്നവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെ വിശ്വാസത്തിലെടുക്കാതെ, വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാതെ ഇത് മുന്നോട്ട് പോകുന്നത് അപകടമാണ്. ഇതിന് സർക്കാർ മുതിരരുത് എന്നാണ് BJPയുടെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ ജിതിൻ ദേവ്, ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്. വീണ്ടും പ്രജിത്തിലേക്ക്. പ്രജിത്ത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കെട്ടുകാഴ്ച എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ തനിമയാണ്, ദേശത്തിൻ്റെ ആഘോഷമാണ്. അത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്, അത് ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു നാടിൻ്റെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇത് ഇല്ലാതാക്കാനുള്ള ബോധപൂർവം തന്നെയാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം, മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ മേൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റമില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവമായ ഒരു കടന്നുകയറ്റത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്, അല്ലേ? KP അങ്ങനെ തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ ഈ വൈദ്യുതി ലൈനുകൾ എവിടെയെങ്കിലും അഴിച്ചു മാറ്റേണ്ടി വന്നാൽ ആ കെട്ടുത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആ പൈസ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിക്കുന്നതിൻ്റെയൊക്കെ ചെലവ്, അതിൻ്റെ തുക അവരിൽ നിന്ന് ഈടാക്കാമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടർമാരുടെ നേതൃത്വത്തിൽ 6 മാസത്തിലൊരിക്കൽ സമിതി ചേർന്ന് ഇത്തരത്തിൽ 6 മാസം മുൻപ് തന്നെ, ആഘോഷങ്ങളുടെ 6 മാസം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കി അത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ KP അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തിനും അതിൻ്റെ തനതായ രീതികളുണ്ട്, തനതായ ആഘോഷങ്ങളുണ്ട്. ഇപ്പോൾ ഓച്ചിറ പോലെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ പോലെയല്ല ചെറിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വലിയ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് അത്തരത്തിലുള്ള ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങളിൽ വലിയ കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാകാം. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ വൈദ്യുതി ലൈനുകളൊക്കെ അഴിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ട്. ആ പ്രദേശത്ത് ഉത്സവ സമയത്ത് അല്പനേരം വൈദ്യുതി മുടങ്ങുന്ന പതിവുമുണ്ട്. പലയിടങ്ങളിലും അതിനുള്ള ക്രമീകരണങ്ങൾ പിന്നീട് കാലാകാലങ്ങളിൽ പോസ്റ്റുകൾ ഉയർത്തിക്കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത്തരം ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ അത്തരം കെട്ടുകാഴ്ചകളുടെയൊക്കെ അളവ് കുറയ്ക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തണമെന്നൊക്കെ പറയുന്നിടത്താണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. കാരണം ഓരോ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല. ഇപ്പോൾ കൊല്ലത്ത് തന്നെയുള്ള പൊരുവഴി പെരുവരുത്തി മരതറ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ, വലിയ തേരുകൾ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ തുക ഈ പറയുന്ന കെട്ടുത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികൾ നൽകണമെന്ന് പറയുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ചേർന്ന് തന്നെ പണപ്പിരിവ് നടത്തി അവർ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഒരു ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരകളുടെ ഭാഗങ്ങൾ മാത്രമായിട്ടല്ല, ആളുകൾ ചേർന്ന്, ചില ക്ലബ്ബുകൾ ചേർന്ന്, ചില വ്യക്തികൾ ചേർന്ന്, ചില ആളുകളുടെ നേർച്ചകളായി ചേർന്ന് തന്നെ ഇത്തരം എഴുന്നള്ളിപ്പുകൾ നടത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത്തരമൊരു സാഹചര്യം വന്നാൽ അവരും KSEBക്ക് പണമടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് അവർക്ക് കഴിയാതെ വരുന്നതോടുകൂടി അവർ ആഗ്രഹിക്കുന്ന ആചാരപരമായിട്ടുള്ള അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ഒരു കെട്ടുകാഴ്ച
എഴുന്നള്ളിപ്പ് നടത്താനുള്ള അവർ ആഗ്രഹം നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു ആചാരപരമായ പ്രശ്നമാണ്, വിശ്വാസപരമായ പ്രശ്നമാണ്. അപ്പോൾ അത്രയധികം ആളുകളെ KSEB ബുദ്ധിമുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോവുകയാണ് ഇത്തരമൊരു നിർദ്ദേശം പുറത്തിറക്കിയതിലൂടെ എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാന വിമർശനം. കാരണം ഓരോ സ്ഥലത്തും ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ആ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല. ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, വലിയ ക്ഷേത്രങ്ങളുണ്ട്. ഒരു പ്രദേശത്ത് തന്നെ ഒരേ സമയം ഉത്സവം നടക്കുന്ന 3-4 ക്ഷേത്രങ്ങളുണ്ടാകും. ആ ക്ഷേത്രങ്ങളിലേക്കെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും, വലിയ ഫ്ലോട്ടുകൾ ഉണ്ടാകും, നെടുങ്കുതിരകൾ ഉണ്ടാകും. അപ്പോൾ ഇവയുടെ എല്ലാം വ്യത്യാസമനുസരിച്ച് ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി അവയുടെയൊക്കെ നീളം കുറയ്ക്കുകയും അവയുടെയൊക്കെ ആകൃതിയും അല്ലെങ്കിൽ അവയുടെയൊക്കെ ഉയരമൊക്കെ സർക്കാർ പറയുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ നിർത്തിക്കൊണ്ടേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറയുമ്പോഴാണ് തലമുറകളായി പാരമ്പര്യമായി കരുതിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുവരുന്ന ആചാരങ്ങളൊക്കെ അവിടെ ലംഘിക്കപ്പെടുന്ന, അവരുടെ വിശ്വാസങ്ങളുടെ മേൽക്ക് ഒരു സർക്കാർ മിഷനറി കുതിര കയറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഇത്തരം ഒരു നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് എന്തായാലും വഴിവെക്കുമെന്നുള്ള പറഞ്ഞതുപോലെ തന്നെ ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണ് എഴുതി.